ഞാൻ ഇൻഫ്ലുവൻസറായിട്ട് മാറാൻ തന്നെ കാരണം ഞാൻ പണ്ട് തമാശയ്ക്ക് സുഹൃത്തുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വെള്ളം അടിക്കുന്ന ഒരു വീഡിയോ തമാശയ്ക്ക് എടുത്തിട്ടതാണ്. ആരോ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം ആകുമ്പോൾ 10-20 മില്യൺ വ്യൂസ് ആയിട്ട് ആ വീഡിയോ മാറുന്നു. അതിനുശേഷം വലിയ ബഹുരാഷ്ട്ര കുത്തക മദ്യ കമ്പനികൾ എന്നെ തേടി വരുന്നു. മുകേഷ്, നിങ്ങൾക്ക് മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാമോ? ഞാൻ അന്ന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ജോലിയാണ്. ഏരീസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ഏരീസ് സോഹൻറോയുടെ. അപ്പം ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ ആ മേഖലയിലൂടെ തീർന്നില്ല. പക്ഷേ ഞാൻ അതിന് പകരം ഫുഡ്, യാത്രകളെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ തുടങ്ങി. മാഡം എടുത്തു ചോദിച്ചു, ഞാൻ മദ്യപിച്ചിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ വന്നത് വൈറലാവുന്നു. അതിനുശേഷമാണ് മാഡം ഞാൻ പറഞ്ഞു തീർത്തോട്ടെ മാഡം, അതിനുശേഷമാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ ഞാൻ സജീവമാവുന്നതും. അതിനുശേഷമാണ് ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. യൂറോമാക്സ് എന്ന് പറഞ്ഞ യൂറോപ്പിൽ മദ്യം വിൽക്കുന്ന ഏറ്റവും വലിയ ഒരു കമ്പനി, അത് ലോകത്തിലെ ഏറ്റവും വലിയ വീര്യം കൂടിയ വൈറ്റ് റം ഉണ്ടാക്കുന്ന കമ്പനിയാണ് തുറപ്പുകുലാൻ. അതിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അത് കുടിച്ച് കാണിച്ച്, അല്ലെങ്കിൽ അത് നമ്മൾ കുടിച്ച് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഗുണങ്ങൾ മാഡം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഈ മദ്യപാനത്തെക്കുറിച്ച് ആയുർവേദത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആയുർവേദത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചരക സംഹിത 24-ാമത്തെ അധ്യായത്തിൽ മദ്യം അമൃതിന് തുല്യമായിട്ടാണ് മദ്യത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. കൃത്യമായ അളവിൽ അമൃത്, അതായത് മദ്യം കഴിച്ചാൽ അത് ബോധത്തെയും അല്ലെ ആരോഗ്യത്തെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതല്ല. ഇത് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ആയുർവേദ ഡോക്ടേഴ്സിന്റെ ചരക സംഹിതയിൽ പറഞ്ഞ കാര്യമാണ്. ഒരു മിനിറ്റ്, മാഡം, മദ്യം കഴിക്കുന്നതിനും അതിന്റെ അളവിനും കൃത്യമായ ധാരണ അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്, വൃത്തിയായിട്ട് കഴിക്കാൻ പറയുന്നുണ്ട്, കൃത്യമായ അളവിൽ കഴിക്കാൻ. അതാണ് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അതിന്റെ അളവ് നിയന്ത്രിക്കാനാവില്ല. മദ്യം എന്ന വാക്ക് ആവണം. മാഡത്തിനെ പോലുള്ളവർക്ക് പറ്റില്ല, എന്നെ പോലുള്ളവർക്ക് പറ്റും. കുടുംബം നന്നായി എന്നെ പോലുള്ളവർക്ക് കൃത്യമായി പറ്റും. ഞാൻ അത് തെളിയിച്ച ആളാണ്.